അല്ലാതെ ഈ രൂപത്തിലുള്ള ദുഷിച്ചു നാറിയ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ കുറിച്ച് ഞങ്ങളെന്ത് പറയാൻ? ആ ആരോപണ വിധിയായ വനിത ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? അത് ഏത് ചാനലുകാരിയാ? ഞങ്ങൾക്കറിയില്ല ഏതാ ചാനലുകാരി, നിങ്ങൾ പറയൂ. CPM എന്താ മൗനം പാലിക്കുന്നത്? എവിടെ മൗനം പാലിക്കുന്നത്? നിങ്ങളല്ലേ മൗനം പാലിക്കുന്നത്? ഏഷ്യാനെറ്റാണ് മൗനം പാലിക്കുന്നത് യഥാർത്ഥത്തിൽ. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റല്ലേ മൗനം പാലിക്കുക. പറയേണ്ടത് ഏഷ്യാനെറ്റിൻ്റെ പ്രധാനപ്പെട്ട ആൾ പറഞ്ഞപ്പോൾ എന്തായിരിക്കും സ്ഥിതി? അത് പറയാൻ ധൈര്യം കാണിക്കണ്ടേ? പേര് പറയാതെ, അതുപോലെ ആരാണെന്ന് പറയാതെ എന്നെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നും എന്നെ ഗർഭം ധരിപ്പിച്ചു എന്നും പിന്നത് കളയാൻ നിർബന്ധിച്ചുവെന്നും പറഞ്ഞത് ഏത് ചാനലിലെ ആരാണത്? ഞങ്ങൾക്കറിയില്ലല്ലോ. ഇതിന് CPM അല്ലല്ലോ പറയേണ്ടത്. അല്ല, ഞാൻ പറയണത് അല്ലല്ല, ഇതിന് CPM അല്ല പറയേണ്ടത്. ഞങ്ങൾക്ക് ഈ ജാതി മറ്റേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അഴുക്കിനെ കുറിച്ചും തരംതാന ഇത്തരം പ്രവർത്തികളെക്കുറിച്ചല്ല. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ് CPM. ഒരുപാട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ രൂപത്തിലുള്ള ദുഷിച്ചു നാറിയ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ കുറിച്ച് ഞങ്ങളെന്ത് പറയാൻ? ആ ആരോപണ വിധിയായ വനിത ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? അത് ഏത് ചാനലുകാരിയാ? ഞങ്ങൾക്കറിയില്ല ഏതാ ചാനലുകാരി, നിങ്ങൾ പറയൂ. ഏത് ചാനലിലെ റിപ്പോർട്ടറാ? നിങ്ങൾ പറയൂ. ധൈര്യത്തോടു കൂടി പൊതുസമൂഹത്തിൽ വരണ്ടേ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ചാനലുകാർ അല്ല, ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ വല്ലാതെ അഗ്രസീവായിട്ട് ഇത് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ചാനൽ എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ അന്വേഷണങ്ങളും തെറ്റായ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്ന, അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരുന്നവരാണല്ലോ. എൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ നേതാവ് മറ്റേ ഏതോ ഒരു ചാനലിലെ വനിതയെ പീഡിപ്പിച്ചു എന്നത് പുറത്തു കൊണ്ടുവരാൻ ധൈര്യം കാണിക്കുക. ഏത് ചാനലാണ്? എനിക്കറിയില്ല, പറയണ്ടവർ. ഇപ്പോൾ ഇന്നലെ ഒരു സിനിമാ നടി വെളിപ്പെടുത്തി ഇല്ലേ? സിനിമാ നടിയല്ലേ? അവർ ചോദിച്ചത് ഹൂ കെയേഴ്സ് എന്നാണ്. ആരെയാ പറഞ്ഞത്? ഹൂ കെയേഴ്സ് എന്ന വാചകം ഉപയോഗിച്ചിട്ട് അടുത്ത വാചകം, ആ സിനിമാ നടിയുടെ അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ വാചകം? ഞാൻ ആലോചിക്കുന്നത് മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, CPMൻ്റെ ഒരു നേതാവിൻ്റെ തൊട്ട വീട്ടുകാരനാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഇതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുക? ഒരു CPM നേതാവിൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു പാർട്ടി അനുഭാവിയാണെങ്കിൽ നിങ്ങളിന്ന് കോലാഹലം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്കത് പറയാൻ സാധിക്കുന്നുണ്ടോ? എന്നിട്ട് CPM പറഞ്ഞില്ല എന്നാ. CPM പറയാനും CPM കൃത്യമായി നിലപാടെടുക്കാനൊക്കെ എല്ലാ കാലത്തും ശേഷിയുണ്ട്. ഈ അളിഞ്ഞതും പൊളിഞ്ഞതിനോടൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. മനസ്സിലായില്ലേ? അത് അവരുടെ ഒരു സ്വഭാവമാണ്. കോൺഗ്രസ് അതെ, ഒരു ചാനലിൻ്റെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടർ അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ സീനിയർ മാധ്യമ പ്രവർത്തകൻ തന്നെ ചാനലിൽ പേര് പറഞ്ഞല്ലോ. മറ്റേതെങ്കിലും ചാനലുകാരത് പറയാൻ തയ്യാറായോ? ഒരൊറ്റ ചാനലല്ലേ പേര് പറഞ്ഞുള്ളൂ? ഒരു ചാനലാണല്ലോ. എന്തെല്ലാമാണ് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും. പ്രധാനപ്പെട്ട മനോരമ ചാനൽ ഇന്നലെ കാണിച്ച കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എന്തായിരുന്നു? സൈക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൈക്കോ, ഒരുതരം സൈക്കോ. ആദ്യത്തെ മറ്റേ വർത്തമാനത്തിൽ തന്നെ, അതായത് ചാറ്റിംഗ് ആണല്ലോ, അത് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റേ ചാറ്റിംഗ് ആണ് തുടങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇവരെല്ലാം ഒരു പൊതുപ്രവർത്തനം മറ്റേ പൊതുസമൂഹത്തിൽ നടത്തുക? ഇവരെല്ലാം, ഞാൻ ചോദിക്കട്ടെ, ഇവരെല്ലാം നാടിൻ്റെ ഭാവിയിൽ ഒരു നേതൃത്വമായി മാറിയെന്ന് വെക്കുക. ആവാൻ സാധ്യതയില്ല. എങ്കിലും നമ്മളൊന്ന് കരുതുക, എന്തായിരിക്കും ഈ നാടിൻ്റെ അവസ്ഥ?